Hi students, MG University CBCS 4th semester BSc Mathematics in core paper 2017 ആണ് ഈ സിലബസ് നിലവിൽ വന്നത്. ഈ സിലബസിൽ ആകെ 3 പരീക്ഷകളാണ് നടന്നത്. 2019 മെയ്യിൽ, 2020 മാർച്ചിൽ, 2021 മാർച്ചിൽ. 2019 മെയ്യിൽ 2017 അഡ്മിഷൻ്റെ ഫോർത്ത് സെം ആയിരുന്നു. 2018 അഡ്മിഷൻ്റെ ഫോർത്ത് സെം മാർച്ച് 2020 നടന്നു. എന്നാൽ 2019 അഡ്മിഷൻ്റെ പരീക്ഷയാണ് ഇനി വരാൻ പോകുന്നത്. എന്നാൽ 2017-2018 അഡ്മിഷൻ്റെ സപ്ലി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ സെപ്പറേറ്റ് ആയിട്ട് നടത്തിയായിരുന്നു 2021 മാർച്ചിൽ. അങ്ങനെ 3 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ സിലബസിൽ ഈ പേപ്പറിനുള്ളത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് മാത്രം ഒന്ന് പറയുകയാണ്, നിങ്ങൾ അതിൻ്റെ ആൻസേഴ്സൊക്കെ കണ്ടുപിടിച്ച് പഠിക്കുക. ഇപ്പോൾ ഫോർത്ത് സെമ്മിൽ പഠിക്കാനുള്ളത് 4 മൊഡ്യൂളാണ്. ഫസ്റ്റ് മൊഡ്യൂളിൽ വെക്റ്റർ ഡിഫറൻസിയേഷൻ, സെക്കൻഡ് മൊഡ്യൂളിൽ വെക്റ്റർ ഇൻ്റഗ്രേഷൻ, തേർഡ് മൊഡ്യൂളിൽ തിയറി ഓഫ് നമ്പേഴ്സ്, ഫോർത്ത് മൊഡ്യൂളിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം. വെക്റ്റർ ഡിഫറൻസിയേഷനകത്ത് ആദ്യമേ ക്വിക്ക് റിവ്യൂ ഓഫ് വെക്റ്റേഴ്സ് ഉണ്ട്. വെക്റ്റർ ഇക്വേഷൻ, പാരാമെട്രിക് ഇക്വേഷൻ ഫോർ ലൈൻസ്, ഇക്വേഷൻ ഫോർ എ പ്ലെയിൻ ഇൻ സ്പേസ്, distance from a point to a line and a plane and an angle between planes are excluded. Vector functions, arc length, unit tangent vector, curvature and unit normal vector, tangential and normal components of acceleration, directional derivatives and gradient vectors, tangent planes and normal lines only. Second module വെക്റ്റർ ഇൻ്റഗ്രേഷനകത്ത് ലൈൻ ഇൻ്റഗ്രൽസ്, വെക്റ്റർ ഫീൽഡ്സ് ആൻഡ് ലൈൻ ഇൻ്റഗ്രൽസ്, വർക്ക്, സർക്കുലേഷൻ ആൻഡ് ഫ്ലക്സ്, പാത്ത് ഇൻഡിപെൻഡൻസ്, കൺസർവേറ്റീവ് ഫീൽഡ്സ് ആൻഡ് പൊട്ടൻഷ്യൽ ഫങ്ഷൻസ്, ഗ്രീൻസ് തിയറം ഇൻ ദ പ്ലെയിൻ, സർഫസസ് ആൻഡ് ഏരിയ, പാരാമട്രൈസേഷൻ ഓഫ് സർഫസസ്, ഇംപ്ലിസിറ്റ് സർഫസസ്, സർഫസ് ഇൻ്റഗ്രൽസ്, സ്റ്റോക്സ് തിയറം, ഡൈവർജൻസ് തിയറം, ഗോസ് ലോ ഓൺവേർഡ്സ് ആർ എക്സ്ക്ലൂഡഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. മൊഡ്യൂൾ 3 തിയറി ഓഫ് നമ്പേഴ്സിനകത്ത് ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് കോൺഗ്രുവൻസ്, ഫെർമാറ്റ്സ് തിയറം, വിൽസൺസ് തിയറം, ഓയിലേഴ്സ് ഫൈവ് ഫംഗ്ഷൻ. ഫോർത്ത് മൊഡ്യൂൾ ലാപ്ലേസ് ട്രാൻസ്ഫോം, ഇതിനകത്ത് ലാപ്ലേസ് ട്രാൻസ്ഫോം, ലീനിയാരിറ്റി ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം, ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം, എക്സിസ്റ്റൻസ് ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം, ട്രാൻസ്ഫോംസ് ഓഫ് ഡെറിവേറ്റീവ്സ്, സൊല്യൂഷൻ ഓഫ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് initial value problem, Laplace transform of the integral of a function, convolution and integral equations. ഫസ്റ്റ് മോഡ്യൂളിനകത്ത് പാർട്ട് എയിൽ 3, പാർട്ട് ബിയിൽ 2, പാർട്ട് സിയിൽ 1 അല്ലെങ്കിൽ 2. മോഡ്യൂൾ 2ൽ പാർട്ട് എയിൽ 3, പാർട്ട് ബിയിൽ 3, പാർട്ട് സിയിൽ 1 അല്ലെങ്കിൽ 2. മൊഡ്യൂൾ 3 പാർട്ട് എയിൽ 3, പാർട്ട് ബി 2, പാർട്ട് സി 1. നാലാമത്തെ മൊഡ്യൂളും അതേപോലെ തന്നെ പാർട്ട് എ 3, പാർട്ട് ബി 2, പാർട്ട് സി 1. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യം 2019 മെയ്യിൽ നടന്ന പരീക്ഷ. പാർട്ട് എയിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. റൈറ്റ് ദ കമ്പോണൻറ്റ് ഇക്വേഷൻ ആൻഡ് സിംപ്ലിഫൈഡ് കമ്പോണൻറ്റ് ഇക്വേഷൻ ഫോർ എ പ്ലെയിൻ ത്രൂ P0, X0, Y0, Z0 നോർമൽ ടു n ഈക്വൽ AI പ്ലസ് PJ പ്ലസ് CK. അപ്പോൾ ഇതിൻ്റെ വെക്റ്റർ ഫോം എന്ന് പറയുന്നത് എന്താണ്? വെക്റ്റർ ഫോം എന്ന് വെച്ചാൽ n ഡോട്ട് P0 P ഈക്വൽ ടു 0. ഇവിടെ ചോദിച്ചത് കമ്പോണൻറ്റ് ഇക്വേഷനും സിംപ്ലിഫൈഡ് കമ്പോണൻറ്റ് ഇക്വേഷനുമാണ്. ഇവിടുത്തെ കമ്പോണൻറ്റ് ഇക്വേഷൻ എന്താണ്? A ഇൻറ്റു X മൈനസ് X0 പ്ലസ് B ഇൻറ്റു Y മൈനസ് Y0 പ്ലസ് C ഇൻറ്റു Z മൈനസ് Z0 ഈക്വൽ ടു 0 ആണ്. ഇനി കമ്പോണൻറ്റ് ഇക്വേഷൻ സിംപ്ലിഫൈഡ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? AX പ്ലസ് BY പ്ലസ് CZ ഈക്വൽ ടു D, വേർ D ഈക്വൽ AX0 പ്ലസ് BY0 പ്ലസ് CZ0. ഞാൻ ആൻസേഴ്സ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ.
Second question, define derivative for a vector valued function r of t equal f of t I plus g of t j plus h of t k when one can say that the curve traced by r is piecewise smooth. അപ്പോൾ അവിടെ ചോദിച്ചേക്കുന്നത് ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ ആർ ഓഫ് ടി തന്നു കഴിഞ്ഞാൽ ആർ ഡാഷ് ഓഫ് ടി എന്താണ്, ലിമിറ്റിൻ്റെ ടേംസിൽ ഡെറിവേറ്റീവ് ഒക്കെ പഠിക്കുന്നില്ലേ, അതാണ് ചോദിച്ചേക്കുന്നത്. അതായത് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ആർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് ആർ ഓഫ് ടി ബൈ ഡെൽറ്റ ടി അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ആർ ഡാഷ് ഓഫ് ടി ഈസ് ഇക്വൽ ടു ഡി എഫ് ബൈ ഡി ടി ഐ പ്ലസ് ഡി ജി ബൈ ഡി ടി ജെ പ്ലസ് ഡി എച്ച് ബൈ ഡി ടി കെ എന്ന് പറയാം. ഇനി അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞേക്കുന്നത് പീസ് വൈസ് സ്മൂത്ത് കർവ് എന്ന് വെച്ചാൽ എന്താണ്. അപ്പോൾ സ്മൂത്ത് കർവ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു കർവ് സ്മൂത്ത് എന്ന് പറയുമ്പോൾ ആർ എന്ന് പറഞ്ഞ ഒരു കർവ് സ്മൂത്ത് ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് ഡി ആർ ബൈ ഡി ടി കണ്ടിന്യൂസും നെവർ സീറോ ആകുമ്പോഴാണ് സ്മൂത്ത് എന്ന് പറയുന്നത്. പീസ് വൈസ് സ്മൂത്ത് എന്ന് പറയുമ്പോൾ എന്തോ, ദ കർവ് ദാറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്മൂത്ത് കർവ്സ് pieced together in a continuous fashion is called a piecewise smooth curve. Next, define the gradient vector of a function in the plane, represent the directional derivative of a differentiable function in the plane as a dot product. അപ്പോൾ ഇവിടെ ഗ്രേഡിയൻ്റ് വെക്ടർ ഉണ്ട് ഡെൽ എഫ്. ഓക്കെ, നിങ്ങൾ അടുത്ത സെക്കൻഡ് മോഡ്യൂളിനകത്ത് എഫ് തന്നു കഴിഞ്ഞാൽ ഡൈവ് എഫ് ഡെൽ ഡോട്ട് എഫും അതേപോലെ തന്നെ കേൾ എഫ് ഡെൽ ക്രോസ് എഫും കണ്ടുപിടിക്കാനൊക്കെ പഠിക്കും. അതേപോലെ ഒന്നാണ് എഫ് തന്നു കഴിഞ്ഞാൽ ഡെൽ എഫ്, അതാണ് ഗ്രേഡിയൻ്റ് വെക്റ്റർ, ഗ്രാഡ് എഫ് എന്ന് പറയും. അപ്പം അതിൻ്റെ ഡെഫിനേഷൻ നിങ്ങൾ പഠിക്കുക. അതേപോലെ തന്നെ ഡയറക്ഷൻ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പല ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. അതിലെ ഡോട്ട് പ്രോഡക്റ്റിൻ്റെ ഇക്വേഷൻ എന്താണ്, ഡയറക്ഷൻ ഡെറിവേറ്റീവ് ഈസ് ഇക്വൽ ടു ഡെൽ എഫ് അറ്റ് പി നോട്ട് ഡോട്ട് യു, അതാണ് അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റിലുള്ള റെപ്രസെൻറ്റേഷൻ. ഗ്രേഡിയൻ്റ് വെക്ടർ നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ, അതിൻ്റെ എഴുതിയാൽ വെച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യന്, ഇൻ്റർപ്രറ്റ് ദ ഫിസിക്കൽ മീനിങ് ഓഫ് എ നെഗറ്റീവ് ഡൈവർജൻസ് ഓഫ് എ വെക്ടർ ഫീൽഡ് റെപ്രസെൻറ്റിംഗ് ദ വെലോസിറ്റി ഓഫ് എ ഗ്യാസ് ഫ്ലോ ഇൻ എക്സ് വൈ പ്ലെയിൻ. അപ്പം നെഗറ്റീവ് ഡൈവേർജൻസിൻ്റെ ഫിസിക്കൽ മീനിങ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അടുത്ത ഡിഫൈൻ ഓറിയൻറ്റഡ് സർഫസ് വിത്ത് എക്സാമ്പിൾ. ഓറിയൻറ്റഡ് സർഫസിൻ്റെ ഡെഫിനേഷനും ഒരു എക്സാമ്പിളും. ഇനി എഫ് തന്നിട്ടുണ്ട്, കേൾ എഫ് കണ്ടുപിടിക്കാൻ. അതെന്താ, ഡെൽ ക്രോസ് എഫ് ആണ്. അതേപോലെ തന്നെ ഡൈവ് കണ്ടുപിടിക്കാനും ചോദിക്കും, അത് ഷുവർ ക്വസ്റ്റ്യനാണ്. ഗ്രാഡ് എഫ്, ഡൈവ് എഫ്, കേൾ എഫ് കണ്ടുപിടിക്കാൻ ഒരു ക്വസ്റ്റ്യൻ. ഡെൽ ക്രോസ് എഫ് എന്താ, ഡിറ്റർമിൻ്റെ രീതിയിൽ ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസഡ് എക്സ് സ്ക്വയർ എക്സ് എക്സ് വൈ എന്നിട്ട് ഡിറ്റർമിൻ്റ് കണ്ടുപിടിക്കുന്ന ആൻസറാണ്. ട്രൂ ഓർ ഫോൾസ്, എനി സെറ്റ് ഓഫ് എൻ ഇൻറ്റിജേഴ്സ് ഫോം എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് റെസിഡ്യൂസ് മോഡുലോ എൻ. അത് ഫോൾസ് ആണ്. അത് ജസ്റ്റ് എക്സാമ്പിൾ. ഇപ്പോൾ ഒരു 5 ഇൻറ്റിജേഴ്സ് വെച്ചിട്ട് അത് കംപ്ലീറ്റ് മോഡുലോ 5 ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന രീതിയിൽ. ഡിഫൈൻ സ്യൂഡോ പ്രൈം ടു എ ബേസ് എ. അപ്പോൾ പ്രൈം നമ്പർ, കോമ്പോസിറ്റ് നമ്പർ, സ്യൂഡോ പ്രൈം അതെല്ലാം നിങ്ങൾ പഠിക്കുന്നുണ്ട്. ആ ഡെഫിനിഷൻസ് എല്ലാം കറക്റ്റ് പഠിക്കുക. സ്റ്റേറ്റ് വിൽസൺസ് തിയറം. അപ്പം ഇതിനകത്ത് കുറേ തിയറം ഉണ്ട്, ഫെർമാറ്റ് തിയറം, വിൽസൺസ് തിയറം, അതിൻ്റെയൊക്കെ ഡെഫിനിഷൻ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക. ഫൈൻഡ് എൽ ഇൻവേഴ്സ് ഓഫ് എസ് പ്ലസ് 3 ബൈ എസ് മൈനസ് 1 ഇൻറ്റു എസ് പ്ലസ് 2. അത് പാർഷ്യൽ ഫ്രാക്ഷൻ്റെ രീതിയിൽ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ സ്റ്റേറ്റ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം ഫോർ ലാപ്ലേസ് ട്രാൻസ്ഫോം, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ച് നിങ്ങൾ ഒരു പേപ്പറിൽ ഈ 3 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ പഠിക്കുന്ന സമയത്ത് തന്നെ എഴുതി വെച്ചാൽ പരീക്ഷയുടെ തലേന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയാൽ മതി. ഈ ടൈപ്പൊക്കെ ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അതേപോലെ തന്നെ കോവിഡ് സ്പെഷ്യൽ ക്വസ്റ്റ്യൻ പാറ്റേൺ ആയതുകൊണ്ട് മാക്സിമം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. യൂസിങ് കൺവല്യൂഷൻ തിയറം ഇവാലുവേറ്റ് എൽ ഇൻവേഴ്സ് ഓഫ് 1/s ഇൻറ്റു എസ് മൈനസ് എ. അപ്പം കൺവല്യൂഷൻ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് എഴുതി വെക്കുക. അത് ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ആണ് ചോദിച്ചേക്കുന്നത്. നമുക്കിനി 2020 മാർച്ച് നടന്ന ക്വസ്റ്റ്യൻ നോക്കാം.
First question, find the parametric equation for a line through the point -2, 0, 4 parallel to v equal 2i plus 4j minus 2k. അതെന്താണ് പാരാമെട്രിക് ഇക്വേഷൻ എന്ന് വെച്ചാൽ എക്സ് എന്താണ്? എക്സ് എന്ന് പറയുന്നത് -2 പ്ലസ് 2t, y എന്ന് വെച്ചാൽ 0 പ്ലസ് 4t, z എന്ന് വെച്ചാൽ 4 മൈനസ് 2t. മനസ്സിലായല്ലോ? അതിൻ്റെ വേണമെങ്കിൽ 2 മാർക്ക് ആയതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ 3 മാർക്ക്. അപ്പോൾ ആ ഇക്വേഷനൂടെ എഴുതി വെക്കുക. എന്താ? എക്സ് ഈക്വൽ എക്സ് നോട്ട പ്ലസ് ടി വി 1, y ഈക്വൽ y നോട്ട പ്ലസ് ടി വി 2, z ഈക്വൽ z നോട്ട പ്ലസ് ടി വി 3. അങ്ങനെ എഴുതി വെക്കുക കേട്ടോ. ഡിഫൈൻ ലിമിറ്റ് ഓഫ് എ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ആർ ഓഫ് ടി ഈസ് ഇക്വൽ ടു എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി കെ. അപ്പോൾ ഒരു ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ പഠിക്കുന്നതല്ലേ? എന്താണ്? As t approaches to t0, R has a limit L. എപ്പം പറയും? If for every epsilon greater than 0 there exists a delta greater than 0 such that for all t 0 less than mod t minus t0 less than delta implies mod R of t minus L less than epsilon. Next, define the length of a smooth curve R of t equal x of t I plus y of t j plus z of t k. A less than equal to t less than equal to b. Also write the formula for length in terms of the length of a velocity vector dr by dt. അപ്പം ലെങ്ത് ഓഫ് ആർക്ക് ലെങ്തിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ പഠിക്കുന്നില്ലേ? ഇൻ്റഗ്രൽ എ ടു ബി മോഡ് വി ഡി ടി, അതായത് റൂട്ട് ഓഫ് എക്സ് ഡാഷ് ടി സ്ക്വയർ പ്ലസ് വൈ ഡാഷ് ടി സ്ക്വയർ പ്ലസ് ഇസ് ഡാഷ് ടി സ്ക്വയർ, അതിൻ്റെ ഇൻ്റഗ്രൽ എ ടു ബി കൊടുക്കുന്നതാണ്. ഓക്കെ. ഡിഫൈൻ ഫ്ലോ ഇൻ്റഗ്രൽ എലോങ് എ കർവ്. അതേപോലെ തന്നെ സ്റ്റേറ്റ് ഡൈവേർജൻസ് തിയറം. ഡിഫൈൻ ഡൈവേർജൻസ് ഓഫ് എ വെക്ടർ ഫീൽഡ്. സ്റ്റേറ്റ് ഡൈവേർജൻസ് തിയറം. അപ്പം സ്റ്റോക്സ് തിയറം ഉണ്ട്, ഡൈവേർജൻസ് തിയറം ഉണ്ട്, ഗ്രീൻ തിയറം ടാൻജൻറ്റ് ഫോം ഉണ്ട്, ഗ്രീൻ തിയറം നോർമൽ ഫോം ഉണ്ട്. അതിൻ്റെയൊക്കെ ഡെഫിനിഷൻസ് ഒക്കെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് അതൊക്കെ ഓപ്ഷൻ അനുസരിച്ച് നിങ്ങൾക്ക് അതൊക്കെ സിമ്പിളായിട്ട് കിട്ടും. True or false, if CA congruent to CB mod n for some integer c, then A congruent to B mod n. Give justification. അപ്പോൾ അത് false ആണ്. അത് എക്സാമ്പിൾ വെച്ച് നിങ്ങൾ ചെയ്യുക. Verify that 5 raised to 38 congruent to 4 mod 11 using Fermat's theorem. അപ്പോൾ 5ഉം 11ഉം GCD 1 ആണ്. അപ്പോൾ Fermat's theorem ഉപയോഗിച്ച് എന്നാ പറയാം? 5 raised to 10 congruent to -1 mod 11 ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ജി സി ഡി ഓഫ് എ ആൻഡ് 35 ഈക്വൽ ടു 1 ഷോ ദാറ്റ് എ റൈസ് ടു 12 congruent to 1 mod 35. പ്രൂവ് ദാറ്റ് ദ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഈസ് എ ലീനിയർ ഓപ്പറേറ്റർ. ലാപ്ലേസ് ട്രാൻസ്ഫോം ഒരു ലീനിയർ ഓപ്പറേറ്റർ ആണ്. അതേപോലെ തന്നെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഒരു ലീനിയർ ഓപ്പറേറ്റർ ആണ്. അത് ചെയ്യുക. ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു മൈനസ് ടി സൈൻ എച്ച് ടി. അതേപോലെ തന്നെ എൽ ഇൻവേഴ്സ് ഓഫ് എസ് മൈനസ് 6 ഇൻറ്റു എസ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 4. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. 2021 മാർച്ച് നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഒന്ന് നോക്കാം. നമ്മൾ മുമ്പേ കണ്ട ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ സെയിം ആണ്. എന്താ? റൈറ്റ് ദ വെക്ടർ ഇക്വേഷൻ ആൻഡ് സിംപ്ലിഫൈഡ് കമ്പോണൻറ്റ് ഇക്വേഷൻ. അപ്പം വെക്ടർ ഇക്വേഷനും സിംപ്ലിഫൈഡ് കമ്പോണൻറ്റ് ഇക്വേഷൻ എവിടെ ചോദിച്ചേക്കുന്നത്? ഫോർ ദ പ്ലെയിൻ ത്രൂ P0 X0 Y0 Z0 നോർമൽ ടു n ഈക്വൽ AI പ്ലസ് BJ പ്ലസ് CK. ഡിഫൈൻ കണ്ടിന്യൂറ്റി. അപ്പം നോക്കി, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ലിമിറ്റ്, ഒരു ക്വസ്റ്റ്യനകത്ത് കണ്ടിന്യൂറ്റി, ഒരു ക്വസ്റ്റ്യനകത്ത് ഡിഫറൻഷ്യബിലിറ്റി, ഡെറിവേറ്റീവ്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാം കേട്ടോ. Define continuity for a vector valued function R of t. Also give an example of a continuous vector valued function. Just an example. Define torsion of a smooth curve. Give a computational formula for the same. അപ്പോൾ ടോർഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല കണ്ടുപിടിക്കുക. ടോർഷൻ ടോ ഇല്ലേ, അതെന്താണെന്ന് എഴുതുക. അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സ്പീഡ് ആൻഡ് വെലോസിറ്റി ഫോർ ആർ ഈസിക്കൽ 2ti പ്ലസ് ടി സ്ക്വയർ കെ 0 t less than 2. അപ്പോൾ ആർ ഓഫ് ടി തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവ് അതാണ് വെലോസിറ്റി, അതിൻ്റെ മോഡുലസ് ആണ് സ്പീഡ്. നെക്സ്റ്റ്
ഗ്രേഡിയൻറ്റ് വെക്ടറിൻ്റെ ഡെഫിനിഷനാണ്. പിന്നെന്താ, ഫൈൻഡ് ദ പാരാമീറ്ററൈസേഷൻ ഓഫ് ദ സിലിണ്ടർ ഓഫ് റേഡിയസ് എ ആൻഡ് ഹൈറ്റ് h whose center of the base is fixed on the origin of the xy plane. ഫെർമാസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ derive the congruence a raised to 21 congruent to a mod 15 for all a. Find the remainder when 15 factorial is divided by 17. Find the inverse Laplace transform of the function 1 by s minus 3 into s plus 5. Prove that Laplace transform is a linear operator. മുമ്പേ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ഒരു മോഡൽ കണ്ടില്ലേ, ഇതേ ടൈപ്പ് ആയിരിക്കും, പക്ഷേ ക്വസ്റ്റ്യൻസ് ഒക്കെ മാറ്റി മാറ്റി ചോദിക്കാം. 2019 പാർട്ട് ബി ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. A helicopter is to fly directly from a helipad at the origin in the direction of the point 111 at a speed of 60 feet per second. What is the position of the helicopter after 10 seconds? അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ടിയിലുള്ള എഴുതുക, എന്നിട്ട് ടിക്ക് 10 കൊടുക്കുക. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഡിഫൈൻ ദ ടാൻജൻറ്റ് പ്ലെയിൻ ആൻഡ് ദ നോർമൽ ലൈൻ അറ്റ് എ പോയിന്റ് ഓൺ ദ സ്മൂത്ത് സർഫസ് ഇൻ സ്പേസ്. ഫൈൻഡ് ദ പ്ലെയിൻ ടാൻജൻറ്റ് ടു ദ സർഫസ് z ഈസ് ഇക്വൽ ടു എക്സ് കോസ് വൈ മൈനസ് y e raised to x at point 0, 0, 0. അതിനുവേണ്ടി ആദ്യമേ എഫ് എക്സ് കണ്ടുപിടിക്കുക, എഫ് വൈ കണ്ടുപിടിക്കുക, എഫ് എക്സ് അറ്റ് 0, 0, 0 കണ്ടുപിടിക്കുക, അത് 1 എന്ന് കിട്ടും. എഫ് വൈ അറ്റ് 0, 0, 0 കണ്ടുപിടിക്കുക, അത് -1 എന്ന് കിട്ടും. എന്നിട്ട് ടാൻജൻറ്റ് പ്ലെയിൻ്റെ ഇക്വേഷൻ എന്താണ്? എഫ് എക്സ് അറ്റ് 0, 0, 0 ഇൻറ്റു എക്സ് മൈനസ് 0 പ്ലസ് എഫ് വൈ ഇൻറ്റു 0, 0, 0 ഇൻറ്റു വൈ മൈനസ് 0 മൈനസ് ഇസഡ്. അങ്ങനെ ആ ഇക്വേഷൻ എഴുതും. അപ്പോൾ ആൻസർ എക്സ് മൈനസ് വൈ മൈനസ് ഇസഡ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതേപോലെ തന്നെ അതിൻ്റെ നോർമൽ ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. നെക്സ്റ്റ് ഇൻ്റഗ്രേറ്റ് എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഈക്വൽ ടു മൈനസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഓവർ ദ സർക്കിൾ ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു എ കോസ് ടി ജെ പ്ലസ് എ സൈൻ ടി കെ 0 ടി ലെസ് ദാൻ ഈക്വൽ ടു 2π. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ഐ കമ്പോണൻ്റ് ഇല്ല, അപ്പോൾ എക്സ് 0 ആണ്. ഇവിടെ വൈ കമ്പോണൻ്റ് വന്നിട്ടില്ല, ഈ സൈഡ് കമ്പോണൻ്റ് എ സൈൻ ടി ആണ്. അവിടെ ക്വസ്റ്റ്യനിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അവിടെ കേട്ടോ. അപ്പോൾ ഈ മിസ്റ്റേക്കുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തോന്നുവാണെങ്കിൽ അതൊക്കെ എഴുതിയാൽ അതിന് മാർക്ക് കിട്ടും. അതുകൊണ്ട് കംപ്ലീറ്റ് 25 ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം മാത്സിന്. ആദ്യമേ ഓപ്ഷൻ അനുസരിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് അത് നല്ല വൃത്തിക്ക് എഴുതുക. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് സമയം എടുത്ത് നിങ്ങൾ എഴുതാത്ത ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുക. നെക്സ്റ്റ് ഡിഫൈൻ ദ ഫോളോയിങ് വിത്ത് ഫോർമുല. വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഫ്ലോ ഇൻ്റഗ്രൽ. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷനും അതേപോലെ തന്നെ അതിൻ്റെ ഫോർമുലയും എഴുതുക. വാട്ട് ഡു യു മീൻ ബൈ പാരാമീറ്ററൈസേഷൻ ഓഫ് എ സർഫസ്? ഫൈൻഡ് ദ പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് എ സിലിണ്ടർ ഓഫ് എ ഫിക്സഡ് ഹൈറ്റ് ആൻഡ് റേഡിയസ്. Derive the congruence a raised to 13 congruent to a mod 3 into 7 into 13 for all a. If the integer n greater than 1 has the prime factorization n is equal to p1 raised to k1 into p2 raised to k2 into etc pr raised to kr, then prove that phi of n is equal to n into 1 minus 1 by p1 into 1 minus 1 by p2 into etc 1 minus 1 by pr. അത് നിങ്ങൾ പഠിക്കുന്നതാണ്. Using the definition of Laplace transform, prove that L of e raised to at is equal to 1 by s minus a. അത് പ്രൂവ് ചെയ്യാൻ അതേപോലെ അതിൽ ഹെൻസ് ഇവാലുവേറ്റ്, അതിൽ നിന്ന് എൽ ഓഫ് കോസ് ഒമേഗ ടിയും എൽ ഓഫ് സൈൻ ഒമേഗ ടിയും കണ്ടുപിടിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് എൽ ഇൻവേഴ്സ് ഓഫ് 1 by s സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലെ പാർട്ട് ബി ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. 2020 നടന്ന ഫൈൻഡ് ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ ഇൻ ദ പ്ലെയിൻ. Using the definition, find the derivative of f of xy equal x square plus xy at p0 1 2 in the direction of the unit vector u equal 1 by root 2i plus 1 by root 2j. അപ്പോൾ ഇത് യൂണിറ്റ് വെക്ടർ ആണോ നോക്കുക, അല്ലെങ്കിൽ യൂണിറ്റ് വെക്ടർ ആക്കിയിട്ട് വേണം ചെയ്യാൻ. നിങ്ങളത് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവിൻ്റെ. ഇതൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഡയറക്ഷണൽ ഡെറിവേറ്റീവിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോകാം. The cylinder f of xyz is equal to x square plus y square minus 2 equal to 0 and the plane g of xyz equal to x plus z minus 4 equal to 0 meet in an ellipse E.
Find the parametric equation for the line tangent to E at the point P0 1 1 3. Find the line integral of f of xyz equal x plus y plus z over the straight line segment from 1 2 3 to 0 minus 1 1. ഇപ്പോൾ രണ്ട് പോയിന്റ്സ് തന്ന സ്ട്രെയിറ്റ് ലൈനിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ എന്താണ്? 1 പ്ലസ് ടി ഇൻറ്റു 1 മൈനസ് 0, y എന്താ 2 പ്ലസ് ടി ഇൻറ്റു 2 മൈനസ് മൈനസ് 1, അടുത്ത 3 പ്ലസ് ടി ഇൻറ്റു 3 മൈനസ് 1. അങ്ങനെ എക്സ് വൈ സെഡ് കിട്ടും. അത് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇൻ്റഗ്രൽ എന്തായിരിക്കും? എക്സിൻ്റെ ലിമിറ്റ് എക്സ് 1 to 0 ആണ്. അപ്പോൾ അത് നിന്ന് ടി എങ്ങനെ കണ്ടുപിടിക്കും? അങ്ങനെ ടിയുടെ ലിമിറ്റ് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. ഇവാലുവേറ്റ് ദ ലൈൻ ഇൻ്റഗ്രൽ 2x cos y dx മൈനസ് എക്സ് സ്ക്വയർ സൈൻ y dy അലോങ് ദ പരാബോള y ഈക്വൽ x മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഫ്രം 1 0 to 0 1. അപ്പോൾ ഇത് പല രീതിയിൽ ചെയ്യാം. ഒരു രീതി എന്ന് വെച്ചാൽ ഇൻ്റഗ്രലിൻ്റെ അകത്തുള്ളത് എക്സ് സ്ക്വയർ കോസ് വൈയുടെ ഡെറിവേറ്റീവാണ്. അപ്പം നമ്മൾ ഇതിനെ ഇൻ്റഗ്രൽ ഡി ഓഫ് എക്സ് സ്ക്വയർ കോസ് വൈ എന്ന് വരും. അത് എക്സ് സ്ക്വയർ കോസ് വൈ എന്ന് കിട്ടും ഇതിൻ്റെ ആൻസർ. എന്നിട്ട് എക്സിന് ലിമിറ്റ് കൊടുക്കുക, വൈക്ക് ലിമിറ്റ് കൊടുക്കുക. ആ രീതിയിൽ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ പരാബോളയുടെയൊക്കെ വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത യൂസിങ് സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ഫൈൻഡ് ദ സർഫസ് ഏരിയ ഓഫ് ദ സ്പിയർ ഓഫ് റേഡിയസ് എ. അത് നിങ്ങൾ പഠിക്കുന്നത് കോണിൻ്റെ, സ്പിയറിൻ്റെ, സിലിണ്ടറിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ പഠിക്കുന്നതാണ്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഫുട്ബോളിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പുതിയ സിലബസിലുള്ളതാണ്. അതിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷനോട് ഒന്ന് മനസ്സിലാക്കി വെക്കുക. Let n be a composite square free integer, say n equal p1 p2 into etc pr, where pi are distinct primes. If pi minus 1 divides n minus 1 for i equal 1 2 3 etc r, then prove that n is an absolute pseudo prime. ഇതൊക്കെ നമ്പർ തിയറിക്കകത്തുള്ള പോർഷൻസ് ആണ്. അത് ശരിക്കും മനസ്സിലാക്കി പഠിക്കണം നമ്പർ തിയറി. Let a, b, c are integers, then prove that gcd of a and bc equal 1 if and only if gcd of a and b equal 1 and gcd of a and c equal to 1. അടുത്ത if L of f of t equal capital F of s and c is any positive constant, show that L of f of ct is equal to 1 by c into capital F of s by c. Using convolution theorem, solve y double dash plus y equals sin t, y of 0 is equal to 0, y dash of 0 is equal to 0. ആ ക്വസ്റ്റ്യൻ ഇന്ന് പഠിക്കണം. അടുത്ത 2021 മാർച്ചിൽ നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ മുമ്പേ കണ്ട ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ സ്മൂത്ത് കർവ്. ലെങ്ത് ഓഫ് ദി സ്മൂത്ത് കർവ് കണ്ടുപിടിക്കാനുള്ളത് പഠിക്കുക. അതേപോലെ തന്നെ യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടർ ഓഫ് ആർ ഓഫ് ടി ഈക്വൽ 3 cos ti പ്ലസ് 3 sin tj പ്ലസ് ടി സ്ക്വയർ കെ, അതായത് ക്യാപിറ്റൽ ടി. അപ്പോൾ എന്താ ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ കെ, അതായത് കാപ്പ, ക്യാപിറ്റൽ എൻ, ടോർഷനൊക്കെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എല്ലാം വൃത്തിക്ക് പഠിക്കുക. 6 തന്നു കഴിഞ്ഞാൽ വെലോസിറ്റി, സ്പീഡ്, ആക്സലറേഷൻ, ഡയറക്ഷൻ, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ എൻ, കാപ്പ, ടോർഷൻ, അങ്ങനെ പലത് പഠിക്കുക. പിന്നെ എഫ് തന്നു കഴിഞ്ഞാൽ ഡൈവ് എഫ്, കേൾ എഫ്, ഗ്രാഡ് എഫ്, അതൊക്കെ ഒരു പേപ്പറിൽ എഴുതി പഠിക്കുക. നെക്സ്റ്റ് ഫൈൻഡ് ദ ഗ്രേഡിയൻറ്റ് വെക്ടർ ഓഫ് ദ ഫംഗ്ഷൻ ഇൻ എ പ്ലെയിൻ. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ എക്സ് ഇ റൈസ് ടു വൈ പ്ലസ് കോസ് എക്സ് വൈ അറ്റ് ദ പോയിന്റ് 2 0 ഇൻ ദ ഡയറക്ഷൻ വി ഈക്വൽ 3i മൈനസ് 4j. ഇത് യൂണിറ്റ് വെക്ടർ അല്ല, യൂണിറ്റ് വെക്ടർ ആക്കണം. അപ്പോൾ അതിൻ്റെ മോഡുലസ് ആയ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ ചാൻസ് കൂടിയ ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സർക്കുലേഷൻ ഡെൻസിറ്റി ആൻഡ് ഇൻ്റർപ്രറ്റ് ഇറ്റ്സ് മീനിങ് ഫോർ ദ വെക്ടർ ഫീൽഡ്സ് എഫ് ഓഫ് എക്സ് വി ഈക്വൽ മൈനസ് സി വൈ ഐ പ്ലസ് സി എക്സ് ജെ വേർ സി ഈസ് എ കോൺസ്റ്റൻറ്റ്. അടുത്തത് എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു വൈ ഐ. അപ്പോൾ ഇത് പുതിയ സിലബസിനകത്ത് ഒരു പോർഷനാണ്. അതായത് 4 കാര്യങ്ങൾ അവിടെ പറയുന്നത്. കംപ്രഷന്, എക്സ്പാൻഷന്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നില്ലേ അതിൻ്റെ ഇക്വേഷൻസ്, അതിൻ്റെയാണ്. അതിൻ്റെ സർക്കുലേഷൻ, ഡൈവ് കണ്ടുപിടിക്കാൻ, അങ്ങനത്തെ കാര്യങ്ങളാണ്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം.
എന്നിട്ട് അടുത്തത് find the flux of field capital F equal yi minus xj plus k across the portion of the sphere x square plus y square plus z square is equal to a square in the first octant in the direction away from the origin. അതേപോലെ തന്നെ അടുത്തത് ഡൈവഫും കേളഫും കണ്ടുപിടിക്കാനാണ്. എഫ് വന്നിട്ടുണ്ട് എക്സ് വൈ സെഡ് ഐ പ്ലസ് 3x square yj plus xz square minus y square zk at 1, 2, minus 1. Show that 41 divides 2 raised to 20 minus 1. Prove that phi of n is equal to n by 2 if and only if n is a power of 2. 2 ന്റെ പവർ വരുവാണെങ്കിൽ. State and prove existence theorem for Laplace transform. Find L inverse of 2sa minus 56 by s square minus 4sa minus 12. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ചെയ്ത് പഠിക്കുക കേട്ടോ. നമുക്കിനി 2019 അതിൻ്റെ സി പാർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. 4 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം യൂണിറ്റ് ടാൻജന്റ് വെക്ടർ, കർവേച്ചർ, പ്രിൻസിപ്പൽ നോർമൽ വെക്ടർ, അതായത് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ എൻ കാപ്പ അതിൻ്റെ ഡെഫിനേഷന്, പിന്നെ കർവേച്ചറും ക്യാപിറ്റൽ എന്നും കണ്ടുപിടിക്കുക ഒരു ക്വസ്റ്റ്യൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ആർ ഓഫ് ടി ഇസിക്കൽ ടു എ കോസ് ടി ഐ പ്ലസ് എ സൈൻ ടി ജെ പ്ലസ് ബി ടി കെ എ ബി ഗ്രേറ്റർ ദാൻ 0 എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ നോട്ട് ഇക്വൽ ടു 0. അടുത്ത വെരിഫൈ ഡൈവേർജൻസ് തിയറം ഫോർ ദ ഫീൽഡ് എഫ് ഈക്വൽ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ ഓവർ ദ സ്പിയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഇസിക്കൽ എ സ്ക്വയർ. അപ്പോൾ ഇത് നിങ്ങളെ ചെയ്യിപ്പിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വെരിഫൈ എന്ന് പറഞ്ഞാൽ ആ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം എഴുതി വെക്കണം, അതിന് മാർക്കുണ്ട്. എന്നിട്ട് അത് ചെയ്യുന്ന രീതിയിൽ അത് ചെയ്യുക. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഫെർമാറ്റ്സ് തിയറം, പിന്നെ ഫെർമാറ്റ്സ് തിയറം ഉപയോഗിച്ചിട്ട് ചെയ്യാൻ. If p is an odd prime, then 1 raised to p plus 2 raised to p plus etc. plus p minus 1 raised to p congruent to 0 mod p. Last question. Let f of t and f dash of t are continuous and satisfy the growth restriction for all t greater than or equal to 0. Let f double dash be piecewise continuous on every finite interval on the semi-axis t greater than or equal to 0. Prove that the Laplace transform of f double dash of t satisfies L of f double dash is equal to s square into L of f minus s of f of 0 minus f dash of 0. അതേപോലെ തന്നെ സോൾവ് ദ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം y ഡബിൾ ഡാഷ് മൈനസ് 2y ഡാഷ് മൈനസ് 3y ഈക്വൽ ടു 0 y ഓഫ് 1 ഈക്വൽ ടു മൈനസ് 3 y ഡാഷ് ഓഫ് 1 ഈക്വൽ ടു മൈനസ് 17. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലെ പാർട്ട് സി ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അവിടെയും കണ്ടോ പ്രിൻസിപ്പൽ യൂണിറ്റ് നോർമലിൻ്റെ ഡെഫിനേഷനാണ്. അതേപോലെ തന്നെ ആർ ഓഫ് ടി കോസ് 2ti പ്ലസ് സൈൻ 2tj അതിൻ്റെ ക്യാപിറ്റൽ എന്ന് കണ്ടുപിടിക്കാനുള്ളത്. അതേപോലെ തന്നെ അടുത്തത് ഫൈൻഡ് ആൻഡ് ഗ്രാഫ് ദ ഓസ്കുലേറ്റിംഗ് സർക്കിൾ ഓഫ് ദ പരാബോള y ഈക്വൽ എക്സ് സ്ക്വയർ അറ്റ് ദ ഒറിജിൻ. നിങ്ങളെ ചെയ്യിപ്പിച്ചുള്ള ക്വസ്റ്റ്യനാണ്. വെരിഫൈ സ്റ്റോക്സ് തിയറം. അപ്പോൾ സ്റ്റോക്സ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വേണം എഴുതാം, എന്നിട്ട് അത് ചെയ്യണം. ഫോർ ദ ഹെമിസ്ഫിയർ എസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 9, അതായത് 3 സ്ക്വയർ ഇസഡ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0, അതായത് ഹെമിസ്ഫിയർ ആയതുകൊണ്ട്. ഇറ്റ്സ് ബൗണ്ടറി സർക്കിൾ സി ഈക്വൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ 9 ഇസഡ് ഈസ് ഈക്വൽ ടു 0 ആൻഡ് ദ ഫീൽഡ് എഫ് ഈക്വൽ yi മൈനസ് എക്സ് ജെ. അടുത്ത ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് വിൽസൺസ് തിയറം. ഇഫ് p is a prime, prove that for any integer a, p divides a raised to p plus p minus 1 factorial into a. Using Laplace transform, solve y of t minus integral 0 to t y of tau d tau equal to 1. അവസാനത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ പാർട്ട് സി ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് നോക്കാം. അവിടെ നമ്മുടെ സെയിം ക്വസ്റ്റ്യനാണ് മുമ്പത്തെ. ഇവിടെ കർവേച്ചറിൻ്റെ ഡെഫിനിഷന്, അതേപോലെ തന്നെ ഒരു സർക്കിളിൻ്റെ കർവേച്ചർ എ റേഡിയസ് ആണെങ്കിൽ അതെന്താണ്, പിന്നെ മുമ്പത്തെ ക്വസ്റ്റ്യൻ പരാബോളയുടെ ഓസ്കുലേറ്റിംഗ് സർക്കിൾ അത് കണ്ടുപിടിക്കാനും വരയ്ക്കാനും. അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ഡൈവേർജൻസ് തിയറം, അതുപയോഗിച്ച് ഔട്ട്വേർഡ് ഫ്ലക്സ് കണ്ടുപിടിക്കുക. എഫ് ഈക്വൽ എക്സ് സ്ക്വയർ ഐ പ്ലസ് വൈ സ്ക്വയർ ജെ പ്ലസ് ഇസഡ് സ്ക്വയർ കെ അക്രോസ് ദ ബൗണ്ടറി ഓഫ് ദ ക്യൂബ് കട്ട് ഫ്രം ദ ഫസ്റ്റ് ഒക്ടൻ ബൈ ദ പ്ലെയിൻസ് എക്സ് ഈക്വൽ 1 വൈ ഈക്വൽ 1 ഇസഡ് ഈക്വൽ ടു 1. അടുത്ത ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് ഇഫ് n ഈസ് an odd pseudo prime, then mn equal 2 raised to n minus 1 is a larger one. അതേപോലെ തന്നെ ഷോ ദാറ്റ് ദ ഇൻറ്റിജേഴ്സ് 1105, 2821, 2465 are absolute pseudo primes.
ലാസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് കൺവല്യൂഷൻ തിയറം. കൺവല്യൂഷൻ തിയറം ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോൾവ് y ഡബിൾ ഡാഷ് പ്ലസ് 3y ഡാഷ് പ്ലസ് 2y ഈക്വൽ ടു 1, y ഓഫ് 0 ഈസ് ഈക്വൽ ടു 0, y ഡാഷ് ഓഫ് 0 ഈസ് ഈക്വൽ ടു 0. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ മാക്സിമം സമയം എടുത്ത് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങിക്കുക. ഇപ്പോൾ കോവിഡ് സ്പെഷ്യൽ പാറ്റേൺ ആണ്. ഇനി നിങ്ങൾ ഇതിന് മാർക്ക് കുറഞ്ഞാൽ അതിൻ്റെ പരീക്ഷ അന്നേരം ഈ കോവിഡ് സ്പെഷ്യൽ പാറ്റേൺ ഇല്ല താനും. അതിൻ്റെ റിസൾട്ട് എന്ന് വരുമെന്ന് അറിയത്തില്ല. നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചാൽ അറിയാം ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ. 4th സെമ്മിൽ സപ്ലിയോ ഇമ്പ്രൂവ്മെൻറ്റോ വന്നാൽ അതിൻ്റെ റിസൾട്ട് ഒരു വർഷം താമസിക്കും, നിങ്ങളുടെ അഡ്മിഷനെ ബാധിക്കും. അതുകൊണ്ട് നല്ല വൃത്തിക്ക് പഠിക്കാം. ഈ 4th സെമ്മ് തന്നെ ഇപ്പം താമസിച്ചു. ഇതിൻ്റെ റിസൾട്ട് എന്ന് വരും? ഇതിൻ്റെ റിസൾട്ട് 6th സെമ്മിൻ്റെ സമയത്തായിരിക്കും വരുന്നത്. എന്നിട്ട് ഇത് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞാൽ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ അത് കഴിഞ്ഞിട്ടാണ് പരീക്ഷ. അതിൻ്റെ റിസൾട്ട് പിന്നെയും താമസിക്കും. അപ്പോൾ ഒരു വർഷം പിന്നെയും പോകും. അതുകൊണ്ട് നല്ല വൃത്തിക്ക് പഠിച്ച് നല്ല മാർക്ക് മാത്സിൽ വാങ്ങിക്കുക. 25 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു.